ഇനി അടുത്തത് നമ്മൾ പേജ് നമ്പർ 17 വേറൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 28 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 12. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 28 ആണ്, അവയുടെ വ്യത്യാസം 12 ആണ്. ആ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നമ്പേഴ്സിൽ ഒരെണ്ണം ലാർജർ നമ്പറും മറ്റേത് സ്മോളർ നമ്പർ ആയിരിക്കും. അപ്പൊ ലാർജർ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ആൻഡ് സ്മോളർ നമ്പർ വൈ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കണത്? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 28. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ്, രണ്ട് നമ്പേഴ്സിന്റെ തുക എന്ന് പറയണത് എന്താണ്? 28 ആണ്. അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 28. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്ത എന്താ പറഞ്ഞേക്കണത്? ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 12. വ്യത്യാസം 12 ആണ്. അപ്പോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 12. ലാർജർ നമ്പർ ഫസ്റ്റ്. അപ്പൊ ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ആഡ് ചെയ്യാം അല്ലേ? ഇത് രണ്ടും സോൾവ് ചെയ്യാം നമുക്ക്. ആഡ് ചെയ്യുമ്പോഴും എന്താ കിട്ടണത്? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ്, ഇവിടെ പ്ലസ് വൈ മൈനസ് വൈ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ മൈനസ് ചെയ്യാതിരുന്നതും സൈൻ ചേഞ്ച് ചെയ്യാതിരുന്നതും. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ്ലി അവിടെ കട്ട് ചെയ്ത് കളയാം. ഈക്വൽ ടു 28 പ്ലസ് 12 40. ഓക്കെ, അപ്പൊ 2x ആണ് 40. എക്സ് ഇസ് ഈക്വൽ ടു 40/2. കട്ട് ചെയ്യുമ്പോൾ 20. അപ്പൊ ഇത് പ്ലസ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ വൈന്റെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്കിത് വേറൊരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തപ്പോഴല്ലേ നമുക്കിത് എക്സിന്റെ വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. അതായത് 1 ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 28, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 12. ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ? 1 മൈനസ് 2 ചെയ്യുമ്പോഴെന്താ ചെയ്യണത്? അടിയിലുള്ളതിന്റെ സൈൻ ചെയ്യും. മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈൻ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് എക്സ് മൈനസ് എക്സ് ആയി, മൈനസ് വൈ പ്ലസ് വൈ ആയി, പ്ലസ് 12 മൈനസ് 12 ആയി. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് പോയി. വൈ പ്ലസ് വൈ 2y ഈക്വൽ ടു 16. y is equal to 16/2 കട്ട് ചെയ്യുമ്പോൾ 8 which is equal to 8. അപ്പൊ പ്ലസ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ കിട്ടി. മൈനസ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? വൈന്റെ വാല്യൂ കിട്ടി. അപ്പൊ ലാർജർ നമ്പർ എത്രയാണ്? ലാർജർ നമ്പർ 20യും സ്മോളർ നമ്പർ 8ഉം ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് കിട്ടിയ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാല് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ദെയർ ടു നമ്പേഴ്സ്, അതായത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്തപ്പോഴും പ്ലസ് ചെയ്തപ്പോഴും കൂട്ടിയപ്പോഴും എത്ര കിട്ടി? നമുക്ക് ലാർജർ നമ്പറിന്റെ വാല്യൂ കിട്ടി അല്ലേ? ഇനി രണ്ട് നമ്പേഴ്സിന്റെ സമ്മും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോഴും നമുക്ക് എന്താണ്? ചെറിയ നമ്പറിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കിത് പേജ് നമ്പർ 18 എക്സസൈസ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ദ ടു സ്മോളർ നമ്പേഴ്സ് the difference of the two smaller angles of a right triangle is 20 degree. Calculate all three angles. സമകോണ ത്രികോണത്തിലെ രണ്ട് ചെറിയ കോണുകളുടെ വ്യത്യാസം
20 ഡിഗ്രിയാണ്. 3 കോണുകളും കണ്ടെത്തുക. അപ്പൊ എന്ത് ആംഗിൾ ആണ് പറഞ്ഞേക്കണത്? റൈറ്റ് ട്രയാംഗിൾ ആണ് പറഞ്ഞേക്കണത്. റൈറ്റ് ട്രയാംഗിൾ എന്താന്ന് നമുക്കറിയാം. എന്താ? ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ബാക്കിയുള്ള 2 ചെറിയ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സം എത്രയാണ്? മൊത്തം 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലെ? അപ്പൊ 90 + 90 ആവുമ്പോഴാണ് എന്ത് കിട്ടണത്? നമുക്ക് മൊത്തം 180 ഡിഗ്രി കിട്ടണത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ 2 ആംഗിൾസിൽ ഒരു ആംഗിൾ എക്സ് എന്ന് എടുക്കാം, എക്സ് ഡിഗ്രി എന്ന് എടുക്കാം, മറ്റേ ആംഗിൾ വൈ ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണത്? ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് 20 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് എക്സ് മൈനസ് വൈ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, 20 ഡിഗ്രി. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താ? ഇത് രണ്ടേ ഡിഫറൻസ് തന്നിട്ടുണ്ട്, സമ്മ് നമുക്കറിയാം. എക്സും വൈയും പ്ലസ് ചെയ്താൽ 90 ആണെന്ന് അറിയാം, എക്സും വൈയും മൈനസ് ചെയ്താൽ 20 ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. അപ്പൊ ഇതിനു മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ലാർജർ ആംഗിൾ എക്സ്, സ്മോളർ ആംഗിൾ വൈ എന്നെടുക്കണം. ഓക്കെ. അതിനുശേഷം വേണം ഇത് ചെയ്യാൻ. ലാർജർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും ലാർജർ ആംഗിൾ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ പ്ലസ് വൈയും മൈനസ് വൈയും കട്ട് ചെയ്യാം. അപ്പൊ എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു എത്ര കിട്ടും? ഇതിൽ സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പൊ എത്ര കിട്ടും? 110 കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 110/2, 55 ഡിഗ്രി കിട്ടും. അതായത് ലാർജർ ആംഗിൾ എത്രയാണ്? 55 ഡിഗ്രിയാണ്. ഇവിടെയുള്ള ആംഗിള് 55 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ മറ്റേ ആംഗിൾ എന്തായിരിക്കും? രണ്ടും മൊത്തം 90 ഡിഗ്രിയാണ്. ഒരെണ്ണം 55 ആണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 90 - 55, y is equal to 90 - 55 ആയിരിക്കും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി. ഇത് എത്രയാണ്? 35 ഡിഗ്രി. ഇപ്പൊ 2 ആംഗിൾസിൽ ലാർജർ ആംഗിൾ 55, സ്മോളർ ആംഗിൾ 35. അതായത് റൈറ്റ് ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? 35 ഡിഗ്രി, 55 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller number is divided by the larger, the quotient and remainder are still both 2. What are the numbers? അതായത് ഒരു വലിയ സംഖ്യ ഒരു ചെറിയ സംഖ്യ കൊണ്ട് ഭാഗിച്ചാൽ ഭാഗഫലവും ബാക്കിയും 2 ആണ്. 5 ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഭാഗിച്ചാലും ഭാഗഫലവും ബാക്കിയും 2 തന്നെയാണ്. സംഖ്യകൾ ഏതെല്ലാം? അപ്പൊ ഇതിലും എന്തുണ്ട്? ഒരു ലാർജർ നമ്പറും ഉണ്ട്, പിന്നെ ഒരു സ്മോളർ നമ്പറും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ലാർജർ നമ്പർ, 2 നമ്പേഴ്സ് വന്നാലും ലാർജർ നമ്പറും സ്മോളർ നമ്പറും വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ഉടനെ തന്നെ എക്സും വൈയും എന്ത് ചെയ്യുക? ലാർജർ നമ്പറിനും സ്മോളർ നമ്പറിനും കൊടുക്കുക. അപ്പോൾ ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ് കൊടുത്തു, സ്മോളർ നമ്പർ ഈക്വൽ ടു വൈ കൊടുത്തു. ഇനി എന്താ പറഞ്ഞേക്കണത്? when a larger number is divided by a smaller number, ലാർജർ നമ്പർ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ the quotient and remainder are both 2. കോഷ്യന്റും റിമൈൻഡറും എന്താണ്? 2 ആണ് കിട്ടിയത് അല്ലെ? എക്സും വൈയും ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റും റിമൈൻഡറും എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ആണ്, റിമൈൻഡർ 2. എപ്പോ? എക്സും ബൈ വൈ ചെയ്തപ്പോൾ അല്ലെ? എക്സ് ഡിവൈഡഡ് ബൈ വൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ. അപ്പോ നമുക്കറിയാം
ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ? ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ്. അതായത് ഹാര്യം ഈക്വൽ ടു ഹാരകം ഇൻറ്റു ഫലം പ്ലസ് ശിഷ്ടം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ് ഡിവൈഡഡ് ബൈ വൈ ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാണ്? കോഷ്യന്റ് 2 കിട്ടി, റിമൈൻഡർ 2 കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇവിടെ എന്താണ്? എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ഡിവൈസർ എന്താണ്? വൈ ആണ്. ഇത് ഓർഡർ ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു കോഷ്യന്റെ ആൻസർ 2 കിട്ടി, റിമൈൻഡർ 2 കിട്ടി അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവിഡൻഡ് എക്സ് ഫസ്റ്റത്തത്, അടുത്തത് ഡിവൈസർ വൈ രണ്ടാമത്തത്, പിന്നെന്താ? ഇൻറ്റു കോഷ്യന്റ് 2 മൂന്നാമത്തത്, പിന്നെ റിമൈൻഡർ പ്ലസ് 2 നാലാമത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്ന് കിട്ടും ഒരു ഇക്വേഷൻ അല്ലേ? ഓക്കെ, തീർന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2y ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, എന്നാലേ ഒരു ഇക്വേഷൻ ആവുള്ളൂ. അപ്പൊ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ? ഒരു ഇക്വേഷൻ ആക്കാം ഇത് നമുക്ക്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 5 ടൈംസ് ദ സ്മോളർ നമ്പർ. സ്മോളർ നമ്പർ ഏതാണ്? y ആണ്. 5 ടൈംസ് ദ സ്മോളർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലാർജർ നമ്പർ ഗിവ്സ് കോഷ്യന്റ് 2 റിമൈൻഡർ 2 അല്ലേ? 5 ടൈംസ് ദ സ്മോളർ നമ്പർ ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ ഗിവ്സ് 2 റിമൈൻഡർ 2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റൂൾ അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 5y ഈക്വൽ ടു എക്സ് ഡിവൈസർ എക്സ് ഇൻറ്റു 2 പ്ലസ് 2. ഓക്കെ, അപ്പോൾ 5y ഈക്വൽ ടു 2x പ്ലസ് 2. ഈ 2x പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 5y മൈനസ് 2x ഈക്വൽ ടു 2. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി രണ്ട് ഇക്വേഷനും ഒന്നിച്ച് എഴുതാം. ഏതൊക്കെയാണ്? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2, എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. പിന്നെ ഇവിടെ 5y ആണല്ലേ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ അവിടെ എന്ത് ചെയ്യണം? എക്സിന്റെ കോഎഫിഷ്യന്റ് തന്നെ എഴുതണം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? മൈനസ് 2x ആണ്. പിന്നെ പ്ലസ് 5y ഈക്വൽ ടു 2. ഓക്കെ, ഇവിടെ 5y ആണ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈന്റെ കോഎഫിഷ്യന്റ് തമ്മിൽ ഒന്നിച്ച് എഴുതാൻ പാടുള്ളൂ. അപ്പൊ വൈക്ക് y കൊടുത്തു. മൈനസ് 2x ആണ് രണ്ടാമത്, മൈനസ് 2x ഫസ്റ്റ് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ടിട്ട് മുകളിൽ ഇൻറ്റു ചെയ്യാം, ഇവിടത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ടിട്ട് താഴത്ത് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പൊ മൈനസ് 2 കൊണ്ടിട്ട് മുകളിലുള്ള ഇക്വേഷൻ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 2x, മൈനസ് 2x തന്നെ വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 2, 2 ഇൻറ്റു 2 4, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഓക്കെ, y ഈക്വൽ ടു ഇനി ഇവിടെ 2 ഇൻറ്റു 2 4, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്.
ഓക്കെ. ഇനി മുകളിൽ എന്താണ് 1 ആണ്. 1 വെച്ചിട്ട് എന്ത് ഇൻറ്റു ചെയ്താലും അതുപോലെ തന്നെ താഴെ അതുപോലെ തന്നെ വരും. -2x + 5y = 2 എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ താഴത്തുള്ളതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും. ഇവിടെ -1 എന്നുള്ളത് പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും, ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയും മൈനസ് ആവും. എന്നാൽ മാത്രമേ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തത് പ്ലസ് ആക്കി. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. 4 - 5 എത്രയാണ്? വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ മൈനസ് ചെയ്യുമ്പോൾ y കിട്ടും, വലുതിന്റെ സൈൻ മൈനസ്. ഓക്കെ. 5 - 4 1, വലുതിന്റെ സൈൻ മൈനസ്. ഇവിടെ -4 - 2 എത്ര കിട്ടും? പ്ലസ് ചെയ്തിട്ട് രണ്ടും ഒരേ സൈൻ ആണ്. ഒരേ സൈൻ വന്നാൽ പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ പ്ലസ് ചെയ്യുമ്പോൾ 6 -6 കിട്ടും. -y ആണ് -6. അപ്പോൾ y എത്രയാണ്? 6. ഓക്കെ. y എത്ര കിട്ടി? 6 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ചെറുത്, അതിൽ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ x - 2y = 2 ആണ്. x - 2 ഇൻറ്റു y എത്രയാണ്? 6 ആണ്, = 2. x - 12 = 2. ഇനി ഈ -12 അപ്പുറത്തോട്ട് പോകുമ്പോൾ +12 ആകും. x = 2 + 12, x = 14. അപ്പോൾ ലാർജർ നമ്പർ 14 കിട്ടി, സ്മോളർ നമ്പർ 6 കിട്ടി. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The sum of the digits of a 2-digit number is 11. The number got by the interchanging the digits is 27 more than the original number. What is the number? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണത്? ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സമ്മ് എന്താ പറഞ്ഞേക്കണത്? 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണത്? ആ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിജിറ്റ് തമ്മിൽ പ്ലസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടണത്? 11 കിട്ടണത്. അപ്പോഴ് ഈ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എക്സും വൈ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഡിജിറ്റ് എക്സ്, സെക്കൻഡ് ഡിജിറ്റ് വൈ ആയിട്ട് എടുക്കാം. അതായത് ഇത് 1s പ്ലേസിൽ, ഇത് 10s പ്ലേസിലാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒറിജിനൽ നമ്പർ 10x + y ആയിരിക്കും, അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണമെങ്കിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ 34 ആണെന്ന് വിചാരിച്ചു. 2 ഡിജിറ്റ് നമ്പർ ഇതിൽ 34 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതണത്? 30 + 4 ആണ്, അല്ലെ? അതായത് 3 × 10 + 4 ആണ്. 30 എന്ന് പറഞ്ഞാൽ 3 × 10 + 4 ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതായത് ആദ്യത്തെ ഡിജിറ്റ് എക്സും രണ്ടാമത്തെ ഡിജിറ്റ് വൈയും ആണെങ്കിൽ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 10 × ആദ്യത്തെ ഡിജിറ്റ്, അല്ലെ? 10 × എക്സ് പ്ലസ് രണ്ടാമത്തെ ഡിജിറ്റ് ആണ് നമുക്ക് എന്ത് കിട്ടണത്? ഇതാണ് ഒറിജിനൽ നമ്പർ. ഇനി ഡിജിറ്റ്സിന്റെ സമ്മ് എന്താണ് പറഞ്ഞേക്കണത്? ഡിജിറ്റ്സിന്റെ സമ്മ്, അതായത് എക്സും വൈയും കൂടി പ്ലസ് ചെയ്താൽ 11 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ 3ഉം 4ഉം കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 കിട്ടും. അതുപോലെ എക്സും വൈയും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? 11 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ ഒരു പുതിയ നമ്പർ കിട്ടും. ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് ഇവിടെ 34 എന്നുള്ളത് എന്താക്കാം? 43. അതുപോലെ അതായത് ഇവിടെ എന്തോരും?
എക്സും വൈയും ഫസ്റ്റ് ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ വൈയും എക്സും അങ്ങനെ വരും. അപ്പൊ ഈ വൈയും എക്സും വരുമ്പോൾ അതിന്റെ പ്ലേസ് എങ്ങനെയായിരിക്കും വരുന്നത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ? ഇവിടെ 40+3 എന്ന് വരുമ്പോൾ ഇവിടെ എന്തെന്ന് വരും? ഇവിടെ 40+3 എന്ന് വരും. അതായത് 4 × 10+3 എന്ന് വരും അല്ലെ? അതുപോലെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 10y + x എന്ന് കിട്ടും അല്ലെ? അതായത് ഈ എന്താണ് 1 ടെൻസിലോട്ടാവും, ടെൻസിന്റെ പ്ലേസ് വൺസിലോട്ടാവും. എക്സിന്റെ പ്ലേസ് ഇന്റർചേഞ്ച് ചെയ്ത് 10 വൺസിലോട്ടായി, വൈന്റെ പ്ലേസ് 1 ടെൻസിലോട്ടായി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എന്താ പറഞ്ഞേക്കണത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അതായത് ഇന്റർചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന ഈ നമ്പർ നമ്മളുടെ ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. നമ്മളുടെ ഒറിജിനൽ നമ്പർ എത്രയാണ്? 10x + y ആണ്. ഇതിനേക്കാൾ എത്രയാണ്? 27 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെയിം വേരിയബിൾ ഒക്കെ ഒരു സ്ഥലത്തോട്ട് എഴുതാം, നമ്പർ അപ്പുറം എഴുതാം. അപ്പൊ 10y + x, ഈ എക്സും വൈയും ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ +10x - 10x ആയി, +y - y ആയി, = 27 അല്ലെ? ഇനി ഒരേ വേരിയബിൾസ് എല്ലാം പ്ലസ് മൈനസ് ചെയ്യാം. 10 - y 9y. ഇനി x - 10x എന്ത് വരും? വേറെ വേറെ സൈൻ ആണ്. ഈ എക്സിൻ്റെത് പ്ലസ്, ഈ എക്സിൻ്റെത് മൈനസ് ആണ്. അപ്പൊ വേറെ വേറെ സൈൻ വന്നാലും മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. -10 - 1 9x കിട്ടും. സൈൻ ഏതാണ്? വലുതിന്റെ സൈൻ. അപ്പൊ 9y - 9x = 27 എന്ന് കിട്ടും. ഇനി ഇതിന് എന്ത് ചെയ്യാം? 9 കോമൺ ആണ്, പുറത്തോട്ട് എടുക്കാം. അപ്പൊ 9 × y - x = 27. y - x = ഈ 9 അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. 27/9 കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. y - x = 3. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ x + y = 11, സെക്കൻഡ് ഇക്വേഷൻ y - x = 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഒരേ വേരിയബിൾസ് ഒരേ പ്ലേസിൽ എഴുതാം. എക്സും ഒരേ പ്ലേസിൽ എഴുതാം. അപ്പൊ x + y = 11. ഇനി എന്ത് ചെയ്യാ? -x ഫസ്റ്റ് എഴുതാം. എക്സിൻ്റെത് സൈന് മൈനസ് ആണ്, -x. വൈൻ്റെത് പ്ലസ് ആണ്. +y = 3. ഈ എക്സും -x കട്ട് ചെയ്ത് പോയി. y + y 2y = 14. y = 14/2 7. അപ്പൊ y എത്ര കിട്ടി? 7 ആണ് അല്ലേ? ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇതിൽ കൊണ്ട് ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൈയുടെ വാല്യൂ. അതായത് x + y = 11, x + 7 = 11, x = 11 - 7 4 കിട്ടും. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 4. അപ്പൊ x 4. അപ്പൊ നമ്പർ എത്രയാണ്? 47 ആണ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടേണ്ട നമ്പർ 47. ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണെങ്കിലോ 74 കിട്ടും അല്ലേ? ഇനി ഈ 47 പ്ലസ് ഏതാ 27, 47 പ്ലസ് 27 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 74 കിട്ടും. ഓക്കെ.